നമ്മൾ കുറേ വിദ്യാഭ്യാസം നേടിയാലോ, അങ്ങ് വിദേശത്ത് പോയി പഠിച്ചാലോ, സെറ്റിൽഡ് ആയാലോ, നമുക്ക് വകതിരിവ്, വിവരം, അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി, അല്ലെങ്കിൽ എവിടെ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അതായത് പലരുടെയും വിചാരം ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിഞ്ഞ, അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്ത അവരൊക്കെ വലിയ സംഭവമായിട്ടാണ് ഇവിടെ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്മാര്. നമ്മൾ വിചാരിക്കും പലരും വലിയ സംഭവമാണ്. കുറേ ഡിഗ്രികൾ ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ കുറേ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ, ഇനി ജീവിതാനുഭവം എന്ന് പറയുന്ന മാങ്ങാത്തൊലി കുറേ ഉള്ളത് കൊണ്ടോ ആരും വലിയ ആളൊന്നും ആവാൻ പോകുന്നില്ല. സങ്കുചിതമായ ചിന്തയുള്ളവൻ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അവന്റെ ചിന്തകൾ മാറാനും പോകുന്നില്ല. ഇപ്പോ ആദിലയും നൂറയും എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ മാത്രമല്ല. അവരെപ്പോലുള്ള ഒരുപാട് മനുഷ്യര് നമ്മുടെ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ ആദില വളരെ വ്യക്തമായി പറഞ്ഞു. ഇത് അങ്ങനെ ഇൻഫ്ലുവൻസ് ആയി പോകുന്നൊരു കാര്യമല്ല. ആ കാര്യം പറഞ്ഞത് തന്നെ ലക്ഷ്മിയുടെ വിവരക്കേടാണ്. ഇതങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നതല്ല. ഇവര് യുകെയിലൊക്കെ പോയി എന്തൊക്കെയോ വലിയ സംഭവമാണെന്നല്ലേ പറഞ്ഞത്. മിനിമം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാമെങ്കില് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. എത്രയോ സ്റ്റഡീസ് ഉണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഒരു കീടാണുവായിട്ട് മാത്രമാണ് ലക്ഷ്മിയെ പോലുള്ളവരെ ഞാൻ കാണുന്നത്. ഇതെനിക്ക് പറയാൻ ഒരു മടിയുമില്ല. കാരണം 2 മനുഷ്യരെ, സാധാരണ നമ്മളെയൊക്കെ പോലെയുള്ള 2 മനുഷ്യരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുക മാത്രമല്ല, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, "ഇവരെ നിങ്ങൾ വീട്ടിൽ കയറ്റുമോ?" "ഇല്ല" എന്ന് പറഞ്ഞു. അങ്ങനൊരു സ്ത്രീ സമൂഹത്തിലെ ജസ്റ്റ് ഒരു കീടാണു മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എൻ്റെ വിരോധമല്ല. അവരുടെ നിലപാടിനോടുള്ള എതിർപ്പ് മാത്രമാണ്. വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കോവിഡ് വൈറസ് ഭേദമാണ് കേട്ടോ. സീരിയസ്ലി. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. ലക്ഷ്മിയെ ഇഷ്ടപ്പെടുന്നവരോ, ലക്ഷ്മിയുടെ ഫ്രണ്ട്സോ, റിലേറ്റീവ്സോ ഒക്കെ ഈ വീഡിയോ കാണുമായിരിക്കും ചിലപ്പോ. പർപ്പസ്ഫുള്ളി പറയുന്നതല്ല. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വന്നപ്പോൾ ബിഗ് ബോസിനകത്ത് ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആണ്. അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ദൗർഭാഗ്യവശാൽ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ഇങ്ങനെ പറയാണ്. കാരണം ഇവരെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിന് വലിയ ഭീഷണിയാണ്. ഇവര് ദുരഭിമാനികളാണ്. ഇവര് വിചാരിക്കുന്നത് പോലെ സമൂഹം ചലിക്കണം. അല്ലെന്നുണ്ടെങ്കില് ഇവര് ഇവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. അതായത് 2 മനുഷ്യരെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനോ, അവരെ ഉൾക്കൊള്ളാനോ കഴിയാത്തവര്, അല്ലെങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് വിചാരിക്കുന്നവര് എന്തുമാത്രം അപകടമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ ദുരഭിമാന കൊലകൾ നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് വേറെ ജാതിയിൽപ്പെട്ട ആളെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് മകളെ കൊല്ലുക, അല്ലെങ്കിൽ മകനെ കൊല്ലുക. ഇങ്ങനെ ജാതിയുടെയും മതത്തിന്റെയൊക്കെ പേരിൽ ദുരഭിമാന കൊലകൾ. എന്ന് വെച്ചാൽ സമൂഹത്തിന് നാണക്കേടാണ്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് വേറൊരാളെ കല്യാണം കഴിച്ചു. വേറെ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. എനിക്ക് ഭയങ്കര നാണക്കേടാണ്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു പെൺകുട്ടി, ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള ഒരു ആൺകുട്ടി ജനിച്ചുപോയി. എനിക്ക് നാണക്കേടാണ്. ഇത്തരം മനോഭാവമുള്ളവര് സൊസൈറ്റിക്ക് ഭീഷണിയാണ് എല്ലായ്പ്പോഴും. അതിപ്പോ ഇന്ത്യയിലാണെങ്കിലും അങ്ങ് ബ്രിട്ടനിലാണെങ്കിലും. പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ. ലക്ഷ്മിയുടെ ആ ഒരു സംസാരം, ശൈലി, ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരുതരം ഒരു നിർവികാരതയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതൊരു മനുഷ്യനാണ് ഇവരൊക്കെ. ഇങ്ങനെയൊന്നും ആകരുതാരും. എനിക്ക് അതേ പറയാനുള്ളൂ. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ പറയാം. പക്ഷെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇത്രമേൽ വെറുക്കാൻ പാടില്ല. കാരണം ഇത് എല്ലാ പരിധികളുടെയും ലംഘനമാണ്. എനിക്ക് നൂറയുടെയും ആദിലയുടെയും ഒക്കെ, പ്രത്യേകിച്ച് നൂറയുടെ കേട്ടോ. ആദില പിടിച്ചു നിന്നു. കണ്ണുനീര് കണ്ടപ്പോ സങ്കടം തോന്നിപ്പോയി. കാരണം അവര് മനുഷ്യരല്ലേ. സീ അവർക്കിതൊരു പുതുമയുള്ള കാര്യമായിരിക്കത്തില്ല. അവരവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരുപാടൊക്കെ സഫർ ചെയ്ത്, അവരുടെ നാട്ടിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി സഫർ ചെയ്തവരാണ്. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്മി എന്ന് പറയുന്നത്, അതിപ്പം എന്താ പറയാ, നമ്മള് നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഞാൻ കൂടുതൽ കാട് കയറി പോകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഉദാഹരണങ്ങൾ. പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും. സോ അങ്ങനെയേ അവര് കാണുള്ളൂ. അപ്പൊ അതിനെയൊന്നും അവരൊന്നും സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലക്ഷ്മിയുടെ ആ ഒരു ധാർഷ്ട്യം, അവരെ നിർത്തിക്കൊണ്ട് ആ ഒരു കാര്യം ആവർത്തിച്ചതൊക്കെ കണ്ടിട്ട് ഒരുതരം മരവിപ്പാണ് സത്യത്തില്. ഇങ്ങനെയൊന്നും ആരും ആകരുത് കേട്ടാ. സീരിയസ്ലി. ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടന്റിനാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കൊണ്ടുവരരുത്. ഇത്തരം ചർച്ചകൾ പോലും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഷോ കാരണം സമൂഹത്തിലുണ്ടായ ഒരു പുരോഗതിയുണ്ട്. അതിന് സത്യം പറഞ്ഞാൽ അതിന്റെ കടയ്ക്കൽ കത്തി വെക്കുന്ന ഒരു പരിപാടിയാണ് ഇവരെ പോലുള്ള ആൾക്കാർക്ക് സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ LGBTQ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഇടയിലുള്ളത് പോലത്തെ പ്രശ്നങ്ങളേ അവിടെയുള്ളൂ. അത് എല്ലായിടത്തും ഉണ്ട്. അവിടെ മാത്രമല്ലല്ലോ.
പക്ഷെ ഇവരതൊന്നും അല്ല പറയുന്നത്. ഇത്തരം ആളുകളെ എന്റർടൈൻ ചെയ്യുന്നില്ല എന്നുള്ളതും അല്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ്. അവര് പറയുന്നത് നോർമലൈസ് ചെയ്യരുതെന്നാണ്. ആണുങ്ങൾ നോർമൽ അല്ലേ? പെണ്ണുങ്ങൾ നോർമൽ അല്ലേ? ലെസ്ബിയൻസും ഗേയ്കളും ഒക്കെ നോർമലാണ്. നമ്മളെപ്പോലെ തന്നെയാണ് അവരും എന്ന് ചിന്തിച്ചാ മതി. അപ്പ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ. ഇപ്പൊ ഇവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാലേ ഇവര് പഠിക്കൂ എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്റെ പൊന്നു മക്കളെ അങ്ങനെയൊന്നും പറയരുത്. കാരണം ഇവരുടെ ഫാമിലിയിലൊന്നും അങ്ങനെ ആരും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എന്തിനാണ് എവിടെയോ ഇരിക്കുന്ന ആരുടെയോ കണ്ണീര് അവര് സഫർ ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും ചിലപ്പോ. സീരിയസ്ലി ഒരുതരം വെറുപ്പൊന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുതരം എന്താ പറയാ, ഒരു കാണുമ്പോ തന്നെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നു. ഇവരുടെ ഇന്നത്തെ ആ ഒരു പ്രകടനം കണ്ടിട്ട്. ചിലപ്പോ ഞാൻ പറയുന്നത് കുറച്ച് കൂടിപ്പോവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലക്ഷ്മിയുടെ പാരന്റ്സോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവര് ഈ വീഡിയോ കാണണമെങ്കിൽ എന്റെ ജെന്യൂൻ ഒപ്പീനിയൻ ആണ്. ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് ഒരു മലയാളി ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഒരുതരം അറപ്പൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരുടെ സംസാരം കണ്ടിട്ട്. സോ സോറി, ഇത് പറയാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല. പറയാതെ വയ്യ. അതുകൊണ്ടാ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.